നവകേരളം NDA സർക്കാരിലൂടെ എന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് NDA ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അദ്വാനിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നേതൃസംഗമം നടത്തി. തൃശൂർ നളിനം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാർട്ടി സംസ്ഥാന കൺവീനർ PR സോംദേവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് പുറമെ തൃശൂരിൽ നിന്നും 150ഓളം വരുന്ന പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ കാര്യകർത്താക്കൾ വിവിധ കലാംശങ്ങളിൽ പ്രാതിനിധ്യം അറിയിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സാധാരണക്കാരുടെ പാർട്ടിയാണെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നേതൃത്വപടവുമുള്ള പുതിയ ആളുകൾക്കും യുവാക്കൾക്കും യുവതികൾക്കും പാർട്ടിയെ നയിക്കാൻ അവസരം നൽകുമെന്ന് PR സോംദേവ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. 14 വർഷക്കാലം സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്ന അരവിന്ദൻ ചുണ്ടൽ ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായി എത്തിയതും മുൻ DGP സെൻകുമാറിന്റെ അധ്യക്ഷതയിൽ രൂപം കൊണ്ട ഹിന്ദു ഐക്യമുന്നണി വിട്ട് ശ്രീ ബിജു പുലർക്കാട്ട് പാർട്ടി അധ്യക്ഷൻ PR സോംദേവിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചതും പരിപാടിയിൽ കേന്ദ്ര ബിന്ദുക്കളായി. മുൻ NGO സംഘ് സംസ്ഥാന പ്രസിഡന്റും BMS സംസ്ഥാന സമിതി അംഗവും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന BJP പ്രവർത്തകനുമായിരുന്നു ശ്രീ അരവിന്ദൻ ചുണ്ടൽ. NDA സഖ്യകക്ഷിയിലെ സഹോദര സംഘടനയായ BJPയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ വച്ച് ജനുവരി 3-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സംഗമം എന്ന പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി അധ്യക്ഷൻ PR സോംദേവ് യോഗത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് NDAയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായ വനിതാ നേതാക്കളെ പ്രാഥമിക പരിഗണനാ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പരിപാടിയുടെ സംഘാടകരും കടുത്ത വിമർശനത്തിന് അർഹരാണെന്ന് യോഗം വിലയിരുത്തി. പാർട്ടിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ OBC വെൽഫെയർ ഫെഡറേഷൻ, റിപ്പബ്ലിക്കൻ സ്പോർട്സ് വെൽഫെയർ ഫെഡറേഷൻ, റിപ്പബ്ലിക്കൻ വ്യാപാരി വ്യവസായി ഫെഡറേഷൻ, റിപ്പബ്ലിക്കൻ മീഡിയ ഫെഡറേഷൻ എന്നീ സാമൂഹിക ക്ഷേമ സംഘടനാ സംവിധാനങ്ങൾ രൂപീകരിച്ചതായി സംസ്ഥാന നേതൃത്വം അറിയിച്ചു. മുൻ അമൃത TV ന്യൂസ് ഹെഡ് ശ്രീ വികാസ് വാസു മൂത്തേടത്തിനെ മീഡിയ ഫെഡറേഷൻ സംസ്ഥാന കൺവീനറായും ശ്രീ രഞ്ജിത്ത് മേനോനെയും മാധ്യമപ്രവർത്തക ബൃന്ദ V നായരെയും സംസ്ഥാന ജോയിന്റ് കൺവീനർമാരായി തിരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായി ഫെഡറേഷന്റെ സംസ്ഥാന കൺവീനറായി ശ്രീ സാബു കഴക്കൂട്ടും പാർട്ടി സംസ്ഥാന ഓർഗനൈസിംഗ് വിഭാഗത്തിലേക്ക് ശ്രീ സിനിപ് ഹരിദാസും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ സഖ്യം ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നും കേരളത്തിൽ LDF സർക്കാർ നിലനിർത്തുന്നതിനു വേണ്ടി ചില പാർട്ടികൾ നടത്തിവരുന്ന മതപ്രീണന ന്യായങ്ങൾക്കും നവകേരള യാത്ര പോലെ സർക്കാർ നടത്തിവരുന്ന ധൂർത്തും മറ്റും വിരാമമിടാൻ പുതിയ ജനകീയ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും VD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷം അപര്യാപ്തമാണെന്നും ചർച്ചാവേളയിൽ രേഖപ്പെടുത്തി. ശ്രീ അടൂർ രാജേഷ് സ്വാഗതവും ശ്രീ സുരേഷ് മാസ്റ്റർ സംഘടനാ നിർദ്ദേശവും ശ്രീ സിനിപ് ഹരിദാസ് പാലക്കാട്, ശ്രീ ഷഫീഖ് പാലക്കി കോഴിക്കോട് ആശംസയും ശ്രീ ഗോകുലം സുരേഷ് കൊല്ലം നന്ദിയും രേഖപ്പെടുത്തി. ശ്രീ ബിജു പുലർക്കാട്ട്, ശ്രീ ദിനിൽ ബാലൻ, ശ്രീ ബിജേഷ്, ശ്രീ ഷൈൻ തേനേംകാട്ട് തൃശൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു.